യുവിനൈ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വീഡിയോ ആണ്. ഞങ്ങളുടെ ഇനു ബേബിയുടെ രണ്ടാമത്തെ പിറന്നാളാണ്. ആദ്യത്തെ പിറന്നാൾ നമ്മൾ റിസോർട്ടിൽ അടിപൊളിയായിട്ട് ആഘോഷിച്ചായിരുന്നു. ഇത് രണ്ടാമത്തെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇച്ചിരി സ്പെഷ്യലാണ്. പക്ഷേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പായസം മാത്രം ഉണ്ടാക്കുന്നുള്ളൂ, പിന്നെ ഒരു കേക്ക് മുറിക്കും, അത്രയേ ഉള്ളൂ. വൈകുന്നേരം ആയപ്പോഴേക്കും ഇവിടെ നല്ല കാറ് വെച്ച് മൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് മഴ പെയ്യുമെന്ന്, പക്ഷേ മഴയൊന്നും പെയ്തില്ല. ഇങ്ങനെ ഇരുണ്ട് മൂടി നിന്നേച്ചു കുറച്ച് നേരത്തേക്ക്. പിന്നെ വൈകുന്നേരം അമ്മ വന്നപ്പോഴത്തേക്കും പായസം വെക്കാനുള്ള തിരക്കിലായിരുന്നു. ഞങ്ങൾ ഡബിൾ ഹോഴ്സിൻ്റെ പാലട മിക്സില്ലേ, അതാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ ഒരു സൈഡിൽ പായസം റെഡിയാവുന്നു, മറ്റേ സൈഡിൽ പുഴുക്ക് റെഡിയാവുന്നു. ഇത് നമ്മൾ കോന്നിയിൽ പോയപ്പോഴത്തേക്കും അവിടെ മാർക്കറ്റിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ നല്ല ഇങ്ങനെ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇതാണ് കിട്ടണത്. പിന്നെ അത് കഴിഞ്ഞ് ഇനു ബേബിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് വന്നപ്പോഴത്തേക്കും ഇതുപോലെ ഒരു RC കാറായിട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ കാറിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല ഇടിയായിരുന്നു. അത് എനിക്കല്ലേ, അവനല്ലല്ലോ, അവൻ കളിക്കാറായില്ലല്ലോ എന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ യുവി. പക്ഷേ നമ്മുടെ ഇനു ബേബി വിട്ടുകൊടുക്കുമോ? ഇനിയിപ്പോൾ അവൻ അറിവായി വന്നുകൊണ്ട് അവനൊട്ടും വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് നേരം അവൻ ഓടിക്കാൻ കൊടുത്തിട്ട് ബാക്കി ടൈം ഫുൾ നമ്മുടെ കാറ് ഇനു ബേബിയുടെ കയ്യിലായിരുന്നു. അത് കഴിഞ്ഞ് ചേട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടാ വൈകുന്നേരം അല്ല കേട്ടോ, അവർ വന്നപ്പോൾ ഒരു 8 മണിയൊക്കെ ആയി. അപ്പോഴേക്കുമാണ് ഞങ്ങൾ ഡെക്കറേഷനിലോട്ട് കടന്നത്. കാരണം നമ്മുടെ ഇനു ബേബിക്ക് ബലൂൺ പേടിയാണ്. എന്നാലും പക്ഷേ കേക്ക് മുറിക്കുന്ന സമയത്ത് അവൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ബലൂൺ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് പേടിച്ചിട്ട് ഇരിക്കില്ല എന്നൊക്കെ. പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല. നല്ല മിടുക്കാൻ കൊച്ചായിട്ട് അവിടെ ഇരുന്ന് ചേച്ചി. അവന് രാവിലെ തുടങ്ങി കേക്ക് മുറിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ചെറിയൊരു സ്റ്റൂളൊക്കെ സെറ്റ് ചെയ്ത് അവൻ്റെ ഒരു കുഞ്ഞ് കസേരയുണ്ട്, കഴിഞ്ഞ കൊല്ലം അവന് ഗിഫ്റ്റ് കിട്ടിയത്, അതിലിരുത്തി കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണുണ്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആൾ. അത് പറയാതിരിക്കാൻ വയ്യ. തന്നെത്താനെ ആണല്ലോ കേക്ക് മുറിക്കണത്. പുള്ളി രാവിലെ മുതൽ അതിൻ്റെ പ്രാക്ടീസായിരുന്നു. എങ്ങനെ കേക്ക് മുറിക്കുന്നത് അവനത് ആക്ഷൻ കാണിക്കുമായിരുന്നു. പക്ഷേ ആ കേക്ക് മുറിച്ച് പീസാക്കാനുള്ള ഇത് അവനായിട്ടില്ല. അങ്ങനെ പിന്നെ ചേട്ടനും അനിയനും കൂടെ ചേട്ടന്മാരും കൂടെ കൂടിയപ്പോഴാണ് മുറിച്ചത്. പിന്നെ അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് അവരും കട്ട് ചെയ്തു. അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് കട്ട് ചെയ്തു. അത് അവരുടെ സന്തോഷം. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇനു ബേബി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ പപ്പേനോട്. അവൻ പപ്പേന്ന് വിളിക്കണത് ഹസ്ബൻഡ് ചേട്ടനെയാണ് കേട്ടോ. അവന് വിഷുവിന് അവൻ കമ്പിത്തിരി കത്തിച്ചായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങി കാണിക്കണതാണ്, കൈവച്ചൊരു ആക്ഷനുണ്ട് കമ്പിത്തിരി കത്തിക്കണത്. അങ്ങനെ ചേട്ടൻ വന്നപ്പോൾ കമ്പിത്തിരിയും മത്താപ്പവും ഒക്കെ ഇട്ടാണ് വന്നത്. പിന്നെ കുറച്ച് നേരം അത് തീരണ വരെ അതിൻ്റെ കളിയായിരുന്നു. എന്നാലും അത്ര നേരമൊന്നും കത്തിച്ചില്ല. ഒരു കമ്പിത്തിരിയൊക്കെ അവൻ കത്തിക്കുള്ളൂ. ബാക്കി ഫുള്ള് ഞങ്ങൾ തന്നെയാണ് കത്തിച്ച് തീർത്തത്. അങ്ങനെ പിന്നെ അതിൻ്റെ പുറകെയുള്ള ഓട്ടമായിരുന്നു. ടെറസിൻ്റെ മുകളിലൊക്കെ പോയിരുന്നു എല്ലാവരും കൂടെ അത് കത്തിച്ച്. പിന്നെ ഞങ്ങളുടെ ഇനു ബേബി ഒരു പെണ്ണ് വാവയാകണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ആദ്യത്തെ 2 ആൺപിള്ളേരായതുകൊണ്ടിട്ട് തന്നെ പിന്നെ ഒരു ആൺകുട്ടി എന്നുള്ള ഇത് മാറ്റിയിട്ടൊരു പെൺകുട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എന്താ ചെയ്യാൻ, നമുക്ക് വിളിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഇനു ബേബി ആൺകുട്ടിയായി മാറിയിരിക്കുകയായിരുന്നു. അതൊന്നും പ്രശ്നമല്ല, നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെയാണ് അവനെ കിട്ടിയത്. അതുകൊണ്ട് സന്തോഷം. പിന്നെ ആണായാലും പെണ്ണായാലും നമ്മളത് സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ, നമ്മുടെ മക്കളല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ബർത്ത്ഡേ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം കാണാം. താങ്ക് യു.